എല്ലാവരുടെയും നിയന്ത്രണം അവന്റെ കൈകളിലാണ്. അവനൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. സുമറിൽ 39:47 പറയുന്നുണ്ട്, അള്ളാഹുവെ കണക്കാക്കേണ്ട രീതിയിൽ അവർ കണക്കാക്കിയിട്ടില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഭൂമി മുഴുവനും അവന്റെ ഒരു കൈപ്പിടിയിലായിരിക്കും, ഒതുങ്ങുന്നതായിരിക്കും. ആകാശങ്ങൾ അവന്റെ വലതു കൈയിൽ ചുരുട്ടപ്പെട്ടതായിരിക്കും. അവൻ എത്ര പരിശുദ്ധൻ, അവൻ പങ്കു ചേർക്കുന്നതിലെല്ലാം അവൻ അതീതനായിരിക്കുന്നു. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ബൈബിളിൽ ഈസാ നബി തന്റെ സമുദായത്തിന് കൊടുത്ത സന്ദേശവും. സങ്കീർത്തനത്തിൽ 8-ൽ 7, 8, 9 പറഞ്ഞത് ഇതേ കാര്യം തന്നെ. സൂറ ഹജ്ജിൽ 22-64 പറയുന്നത്, അവൻ്റേതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും. തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനാണ്. എല്ലാവരും ആശ്രയിക്കേണ്ട ആവശ്യമൊന്നും സൃഷ്ടാവിനില്ല, എന്നാൽ നമ്മളാണ് അവനെ ആശ്രയിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിലുള്ളതെല്ലാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഇന്ന് നീ മനസ്സിലാക്കിയില്ലേ? അവന്റെ കൽപ്പന പ്രകാരം കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിനെയും അവൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അവന്റെ അനുമതി കൂടാതെ ഭൂമിയിൽ വീണു പോകാത്ത വിധം ഉപരിലോകത്തെ അവൻ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. അപ്പൊ നമ്മള് മുന്നേ ഫാത്തിറിൽ 35-41 പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഹജ്ജില് 65 പറയുന്നത്. ഭൂമിയിൽ വീണു പോവാത്ത വിധം ഉപരിലോകത്തെ അവൻ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. നമുക്ക് മേലുള്ള ആകാശവും ഉപരിലോകത്തെ സൃഷ്ടാവ് അതിനെ പിടിച്ചു നിർത്തുകയാണെന്ന്. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഏറെ ദയ ഉള്ളവനും കരുണയുള്ളവനുമാകുന്നു. സൃഷ്ടാവിന്റെ കാരുണ്യാണ് നമ്മളെ ജീവനും നിലനിൽപ്പ്. സൂറ ഫുർഖാനിലെ 25-ൽ 45, 46, 47 പറയുന്നത്, നിന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? എങ്ങനെയാണ് അവൻ നിഴലിനെ നീട്ടിയതെന്ന്. അവനെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ അവൻ നിശ്ചലമാക്കിയിരുന്നു. എന്നിട്ട് നാം സൂര്യനെ തെളിവാക്കി. പിന്നീട് നമ്മുടെ അടുത്തേക്ക് നാം അതിനെ അല്പം പിടിച്ചെടുത്തു. രാത്രിയും പകലും നമുക്ക് ഉണ്ടാക്കി തന്നു. ഇവിടെ പറയുന്നത് എന്താ? സൃഷ്ടാവ് പറയുന്നുണ്ട്, ഞാൻ എന്നിലേക്ക് അല്പം പിടിച്ചെടുത്തു എന്ന്. സൃഷ്ടാവിന്റെ കൈകളുടെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറ ഗാഫിർ തന്നെ 40-64 പറയുന്നത്, അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വാസസ്ഥലവും ആകാശത്തെ മേൽപ്പുരയും ആക്കിയവൻ. അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയും അങ്ങനെ അവൻ നിങ്ങളുടെ രൂപങ്ങൾ മികച്ചതാക്കി വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു. അവനാവുന്നു നിങ്ങളുടെ രക്ഷിതാവ്. അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. നമുക്ക് ജീവിക്കാൻ വേണ്ട വിഭവങ്ങള് സൃഷ്ടാവ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതിലുപരി നമ്മളെ രൂപം മികച്ചതാക്കിയെന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും എല്ലാം എൻ്റെ ശരീരത്തിൽ നിങ്ങൾ കാണുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ സൃഷ്ടാവിന്റെ ഘടനയോട് കൂടിയിട്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്, ബൈബിള് പറയുന്നുണ്ട്, ഖുർആന് പറയുന്നുണ്ട്, ഹദീസിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അധ്യായം 30 സൂറ റോമില് 25 പറയുന്നത്, അവന്റെ കൽപ്പന പ്രകാരം ആകാശവും ഭൂമിയും നിലനിന്നു വരുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്ര. പക്ഷെ എന്താ ദൃഷ്ടാന്തം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം സൃഷ്ടാവിന്റെ കൈകളുടെ പ്രവർത്തികളാണ് അതൊക്കെ എന്നുള്ളത്.